യേശു മരിച്ചതിന് ശേഷം ആ 3 ദിവസം യേശു എവിടെയായിരുന്നു? പാപത്തിൻ്റെ ശമ്പളം മരണമാണല്ലോ. യേശു കർത്താവ് നമ്മുടെ സകല പാപത്തിനും പരിഹാരം വരുത്തിയതുകൊണ്ട് ഇനി നമ്മൾ മരിക്കുകയില്ലയോ? അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ വേദപുസ്തകം പറയുന്ന മരണം? എന്താണ് നരകം, അല്ലെങ്കിൽ എന്താണ് പാതാളം? പാതാളവും നരകവും ഒന്നാണോ? യേശു എന്തിനാണ് ജഡത്തിൽ വന്നത്? ദൈവമായി തന്നെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ സകലരും ദൈവത്തെ വിശ്വസിക്കുമായിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്? എന്താണ് സ്നാനം? സ്നാനപ്പെടേണ്ടെന്ന ആവശ്യകത എന്താണ്? തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ക്രൂശിക്കപ്പെട്ട് മരിച്ച യേശു കർത്താവ് 3 ദിവസം എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യന് 3 ഘടകങ്ങളാണുള്ളത്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. മനുഷ്യൻ ഒരു ആത്മാവാണ്, അവനൊരു ദേഹിയുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്, അവനൊരു ശരീരത്തിൽ വസിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തെ നമ്മൾ അടക്കുവാനിടയായി തരും, അല്ലെങ്കിൽ കുഴിച്ചിടും. അവൻ്റെ ദേഹിയും ആത്മാവും എവിടേക്കാണ് പോകുന്നത്? നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അറിയാം, യേശുവിൻ്റെ വരവിന് മുമ്പുള്ള ഒരു വ്യക്തികളുടെയും പാപത്തെ പരിഹരിക്കപ്പെട്ടില്ല. കാരണം യേശുവാണ് സകല മാനവകുലത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തിയത്. അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിന് മുമ്പുള്ള വ്യക്തികളുടെ പാപത്തെ ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയുകയില്ല. പകരം ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിൻ്റെയും രക്തത്താൽ അവിടെ പാപത്തെ മറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സകല മനുഷ്യരും മരിക്കുന്നത് പാപികളായി തന്നെയാണ്. അത് ദൈവത്തെ ആരാധിക്കുന്നവരായാലും ആരാധിക്കാത്തവരായാലും അവർ പാപികളായി മരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരിക്കലും സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. പകരമായി അവിടെ ശരീരം കുഴിച്ചിടപ്പെടുന്നു, അവിടെ ആത്മാവും പ്രാണനും പാതാളത്തിലേക്കാണ് പോകുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പലതരത്തിലുള്ള സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദാനിയേലും ദാവീദും ഒക്കെ പാതാളത്തിലേക്കാണോ പോകുന്നത്? ദൈവഭക്തരാകുന്ന ഈ വ്യക്തികൾ പാതാളത്തിൽ പോകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് പാതാളം? പാതാളത്തിൽ എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാതാളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് കത്തുന്ന ഒരു നരകമാണ്. എന്നാൽ അതാണോ വാസ്തവത്തിൽ പാതാളം? ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു പറയുമ്പോൾ അത് 1ാം ക്ലാസ്സിലുമാകാം 10ാം ക്ലാസ്സിലുമാകാം. അപ്പോൾ വ്യത്യസ്ത ക്ലാസ് ഒരു സ്കൂളിലുള്ളതുപോലെ പാതാളത്തിലും വ്യത്യസ്തമാകുന്ന അറകളുണ്ട്. നമ്മുടെ മലയാള ബൈബിൾ വായിക്കുമ്പോൾ പാതാളം എന്നൊരു പദമോ അല്ലെങ്കിൽ ആഴമേറുന്ന കുഴിയോ അങ്ങനെ ചില പദങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഹീബ്രുവിൽ പലതരത്തിലുള്ള പദങ്ങളാണ് പാതാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിലൊരു പാതാളമാണ് ഷിയോൾ അല്ലെങ്കിൽ ഹേഡിസ്. ചില പണ്ഡിതന്മാർ 2ഉം 1ആണെന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ 2ഉം 2ആണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഷിയോൾ എന്ന് പറയുന്നത് മരിച്ചവരുടെ ഒരിടം എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഷിയോളും ഹേഡിസും 2ഉം 1ആണെന്ന് പറയുന്നവരുണ്ട്. അവിടെ 2 അറകളായിട്ട് തന്നെ തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് ഞാനിപ്പോൾ 2ഉം 2ആയിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ഷിയോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മരിച്ച വിശുദ്ധന്മാരാകുന്ന വ്യക്തികൾ പോകുന്നൊരിടമാണ്. കാരണം അവർക്കൊരിക്കലും സ്വർഗ്ഗത്ത് പോകാൻ കഴിയുകയില്ല. അവരൊരിക്കലും സ്വർഗ്ഗത്ത് പോകുമെന്ന് എങ്ങും പറഞ്ഞിട്ടുമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ പോകുന്നത് പാതാളത്തിലേക്ക് തന്നെയാണ് എന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നാലെ വിശദീകരിക്കുന്നതായിരിക്കും. മറ്റൊരു സ്ഥലമാണ് ഹേഡിസ് അല്ലെങ്കിൽ യാതനാ സ്ഥലം. നിങ്ങൾ ധനവാന്റെയും ലാസറിന്റെ സ്റ്റോറി പഠിക്കുമ്പോൾ ധനവാൻ പോയത് യാതനാ സ്ഥലത്തേക്കും ലാസർ പോയത് ഷിയോളിലേക്കുമാണ്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പാതാളത്തിലെ മറ്റൊരു സ്ഥലമാണ് ഗെഹന്ന. ആ സ്ഥലമാണ് അഗ്നി നരകം എന്നറിയപ്പെടുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ചാകാത്ത കുഴും കെടാത്ത തീയും ഉള്ളത് ഈ ഗഹന്ന എന്ന് പറയുന്ന അഗ്നി നരകത്തിലാണ്. പാതാളത്തിലെ മറ്റൊരു സ്ഥലമാണ് ടോർട്ടറസ് എന്ന് പറയുന്നത്. അവിടെയാണ് ദൂതന്മാർ, വീണുപോയ ദൂതന്മാരെ ശിക്ഷിക്കുന്ന ഒരു സ്ഥലം. ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാ റെഫറൻസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വേദഭാഗം വായിക്കുവാൻ ശ്രമിക്കുക. പാതാളത്തിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കത്തുന്ന തീപ്പൊയ്ക. വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. 14ാം വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തീപ്പൊയ്കയിലേക്കുള്ള ശിക്ഷ ഇപ്പോഴല്ല ലഭിക്കുന്നത്. പകരമായി അന്ത്യന്യായവിധിക്ക് ശേഷമാണ് മരണത്തെയും പാതാളത്തെയും കൂടെ ഈ തീപ്പൊയ്കയിലേക്ക് ഇടുകയാണ്. പിശാചിനും അവന്റെ ദൂതന്മാർക്കുമുള്ള ശിക്ഷയും ഈ തീപ്പൊയ്കയിലാണ്. അപ്പോൾ തിരിച്ചറിയുക, തീപ്പൊയ്കയിലല്ല സാത്താന്റെ സാമ്രാജ്യം ഇരിക്കുന്നത്. പാതാളം എന്ന് പറയുന്നത് തന്നെ പിശാചിന്റെ അധീനതയിൽപ്പെട്ട ഒരിടമാണ്. എന്നാൽ തീപ്പൊയ്കയിലേക്ക് സാത്താൻ എടുത്തെറിയുകയാണ്. അപ്പോൾ തീപ്പൊയ്കയിൽ ഓൾറെഡി സാത്താൻ ഉണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ പാതാളത്തിന്റെ അധിപൻ സാത്താൻ തന്നെയാണ്. തന്റെ സിംഹാസനം ഇരിക്കുന്നത്, ലൂസിഫറിന്റെ ആധിപത്യം ഇരിക്കുന്നത് പാതാളത്തിലാണ്. പഴയ നിയമത്തെ വിശുദ്ധന്മാർ പോകുന്നു എന്ന് പറഞ്ഞ ഷിയോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. പാതാളത്തിലെ ഒരു പ്രത്യേക അറയാണ് ഷിയോൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ ഒരു പഴയ നിയമ ഭക്തന്മാർക്കും അവർ സ്വർഗ്ഗരാജ്യത്തിൽ പോകുമെന്ന പ്രത്യാശയല്ല. പകരമായി അവർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മാവ് പാതാളത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന്
നിന്നും ഉത്തമമാകുന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവന് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിലിറങ്ങുമെന്ന് പറഞ്ഞു. ഈ വായിച്ചത് വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പഴയ ഭക്തനെ കുറിച്ചാണ്. യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം പറയുകയാണ്, തൻ്റെ മകൻ ജോസഫ് മരിച്ചെന്ന് വിശ്വസിക്കുന്നു. തൻ്റെ മകനാകുന്ന ജോസഫ് പോയത് പാതാളത്തിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. താൻ മരിച്ചാലും ദുഃഖത്തോടു കൂടി ജോസഫിൻ്റെ അരികിലേക്ക് പാതാളത്തിലേക്ക് പോകുമെന്നാണ് യാക്കോബിന്റെ വിശ്വാസം. ഒരിക്കലും താൻ സ്വർഗത്തിൽ പോകുമെന്ന് യാക്കോബ് വിശ്വസിക്കുന്നില്ല. വേറെ ഭാഗം ശ്രദ്ധിച്ച്, നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. യോബിന്റെ ഒരു പ്രാർത്ഥനയാണ് കാണാൻ കഴിയുന്നത്. സ്വർഗത്തിൽ പോകുമെന്നൊന്നുമല്ല, പാതാളത്തിൽ എന്നെ ഒളിപ്പിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ യോബിനും അറിയാം താൻ മരിച്ചാൽ പോകുന്നത് പാതാളത്തിലേക്കായിരിക്കും, ഷിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിച്ചിരിക്കുന്നു. ദാവീദിന്റെ പ്രത്യാശയം അത് തന്നെയാണ്. താൻ മരിച്ചാൽ പാതാളത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ ആയുസ്സിൽ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പൂകേണ്ടി വരുന്നു. എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഹിസ്കിയ രാജാവ് തൻ്റെ അസുഖം മാറിയതിനു ശേഷം പറഞ്ഞതാകുന്നൊരു വാക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം പഴയ നിയമഭക്തന്മാരുടെ എല്ലാം വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ്, അവർക്കറിയാം അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്വർഗത്തിലേക്കല്ല പോകുന്നത്. കാരണം വിശുദ്ധനാകുന്ന ദൈവത്തിനരികിലേക്ക് അശുദ്ധനാകുന്ന മനുഷ്യന് പോകുവാൻ സാധ്യമല്ല. ഇവരുടെ ഒന്നും അശുദ്ധിക്കോ പാപത്തിനോ പരിഹാരം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇവർ മരിച്ചാൽ ഇവരുടെ ആത്മാവിന് ഒരിക്കലും സ്വർഗത്ത് പോകാൻ കഴിയത്തില്ല. പകരമായി പാതാളത്തിലേക്കാണ് ഇവർ പോകുന്നത്. യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ സമീപത്ത് കിടന്ന കള്ളൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ യേശു പറഞ്ഞ ഉത്തരം ശ്രദ്ധിച്ചേ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. സ്വർഗത്തിരിക്കുമെന്നല്ല, പറുദീസയിലിരിക്കും. പറുദീസ എന്ന് പറയുന്ന സ്ഥലം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് അബ്രഹാമിന്റെ മടി എന്ന സ്ഥലമാണ്. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പറുദീസ തന്നെയാണ് ഈ ഷിയോൾ. ഈ സ്ഥലത്ത് യാതനയല്ല, തീയല്ല, മരിച്ചവരുടെ കുഴി എന്നറിയപ്പെടുന്ന ഒരു റെസ്റ്റിംഗ് പ്ലേസ് മാത്രമാണ്, താൽക്കാലികമാകുന്ന ഒരു സ്ഥലം മാത്രമാണ് ഈ പറുദീസ അല്ലെങ്കിൽ ഷിയോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത്. ദിവസം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ പാതാളത്തിലേക്ക് പോയില്ല എന്ന് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ രണ്ട് ഭക്തന്മാർ പാതാളത്തിലേക്ക് പോയിട്ടില്ല. ഒരു വ്യക്തി ഏലിയാവ് തന്നെയാണ്, കാരണം താൻ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മറ്റൊരു വ്യക്തി മോശയാണ്. തെളിവെന്ന് പറയുന്നത് യേശുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന മറുരൂപ മലയിൽ പ്രത്യക്ഷപ്പെടുന്നത് മോശയും ഏലിയാവുമാണ്. വേറൊരു ഭക്തന്മാർക്കും പ്രത്യക്ഷപ്പെടുവാൻ സാധ്യമല്ല, കാരണം അവരെല്ലാം പാതാളത്തിലായിരിക്കുകയാണ്. മോശ എന്തുകൊണ്ടാണ് പാതാളത്തിലേക്ക് പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശയുടെ ശരീരത്തിന് വേണ്ടി തന്നെ പാതാളത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിശാച് വാദിക്കുകയാണ് ദൈവത്തിന് ദൂതനോട്. ദൂതൻ തന്നോട് ഉത്തരം പറയുകയാണ്, ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന ഉത്തരമാണ് ദൂതൻ കൊടുക്കുന്നത്. മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്ന വാദത്തിൽ പിശാച് തോറ്റെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ മോശ പാതാളത്തിൽ പോയില്ല എന്ന് ചിന്തിക്കുന്നു. ഏലിയാവിനേക്കാളും പ്രാധാന്യമുള്ള വ്യക്തിയാണ് പഴയ നിയമത്തിൽ അബ്രഹാം. എങ്കിലും യേശുവിന്റെ മുമ്പിലേക്കും അബ്രഹാം അല്ല പ്രത്യക്ഷപ്പെട്ടത്, പകരം മോശയും ഏലിയാവുമാണ്. എന്നാൽ പഴയ നിയമത്തിലെ എല്ലാ ഭക്തന്മാർക്കും അവർ പാതാളത്തിൽ എന്നും കിടക്കുമെന്ന് ചിന്തിച്ചില്ല. അവർ പാതാളത്തിൽ നിന്നും വിടുവിക്കപ്പെടുമെന്നും ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ മശിഹ ഭൂമിയിലേക്ക് വരുമെന്നും അവർ പൂർണ്ണമായും പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ എല്ലാ ഭക്തന്മാരും ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നത്. നമ്മളല്ല ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നത്, കാരണം ക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ പഴയ ഭക്തന്മാരെല്ലാം ക്രിസ്തു വരുന്നതും കാത്തിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്കൊരു പ്രത്യാശയുണ്ട്, പാതാളത്തിലായിരിക്കുന്ന അവരെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ വരും. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയ്ക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്നും വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദൈവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ദാവീദിന്റെ ഒരു പ്രവചന ഭാഗമാണ്, ദാവീദിന്റെ ഒരു പ്രത്യാശയമാണ്. ഒരിക്കലും തൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൽ വിടുകയില്ല. മരണത്തെയും പാതാളത്തെയും യേശു ജയിച്ചു എന്ന് പറയുമ്പോഴും ഇന്നും യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾ മരിക്കുന്നുണ്ട്, മരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇന്നും മരിക്കുകയാണ്. അപ്പോൾ എന്താണ് യേശു കർത്താവ് വാസ്തവത്തിൽ മരണത്തെ ജയിച്ചു എന്നതിൻ്റെ അർത്ഥം? ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും. അത് ശാരീരിക മരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓൾറെഡി യേശു ജയിച്ച മരണം എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് വേദപുസ്തകത്തിലെ മരണം എന്ന് മനസ്സിലാക്കണം. മരണം പലതരത്തിലുണ്ട്. ഒന്ന് ശാരീരികമാകുന്ന മരണം. ഈ ശാരീരികമാകുന്ന മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ കൂടുതൽ ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് നിദ്ര കൊള്ളുക എന്ന പദമാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണത്തെ തന്നെയാണ്. വേറെ ഭാഗം ശ്രദ്ധിച്ചേ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന്
കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഈ ഭാഗത്തും നിദ്ര കൊള്ളുക എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ശാരീരിക മരണം വാസ്തവത്തിൽ ആത്മീയ ഭാഷയുടെ ഒരു മരണമല്ല, പകരം അതൊരു നിദ്ര മാത്രമാണ്, ഒരു ഉറക്കം മാത്രമാണ്. രണ്ടാമത്തെ ഒരു മരണമാണ് ആത്മീയമാകുന്ന മരണം. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ തന്നെ നീ മരിക്കും, ആ ദിവസം തന്നെ നീ മരിക്കും. എന്നാൽ ദീർഘനാളുകൾ കഴിഞ്ഞിട്ടാണ് ആദാം ശാരീരികമായി മരിക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞ ഫോഷ് കാണാം, ഒരിക്കലുമല്ല. ആ ഫലം തിന്ന ആ സ്പോട്ടിൽ തന്നെ ആദാം മരിച്ചു, തൻ്റെ സ്പിരിറ്റ് മരിക്കുവാനിടയായി തീർന്നു. കുറച്ചുകൂടെ വിശദീകരിച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ തൻ്റെ ആത്മാവ് സജീവമല്ലെങ്കിൽ തൻ്റെ പ്രാണനും ആത്മാവ് നേരെ പാതാളത്തിലേക്കാണ് പോകുന്നത്. ഷിയോളിലേക്കോ ഹേഡിസിലേക്കോ ഒക്കെ ആയിരിക്കും അവൻ്റെ ആത്മാവ് പോകുന്നത്. ഈ യാത്രയാണ് ബൈബിളിൽ മരണം എന്ന് പറയുന്നത്. അല്പം കൂടെ മനസ്സിലാക്കണമെങ്കിൽ ലാസർ മരിക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ലാസർ മരിച്ചു എന്ന വാർത്ത യേശു കേൾക്കുമ്പോൾ പറയുകയാണ്, ലാസർ മരിച്ചിട്ടില്ല, പകരം ലാസർ ഉറങ്ങുകയാണ്. യേശു ഉപേക്ഷ പറഞ്ഞതാണോ? ആ വന്ന ജനത്തിലെല്ലാം മനസ്സിലായി ലാസർ മരിച്ചു. യേശു ഉദ്ദേശിച്ചത് തൻ്റെ പ്രാണൻ, തൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയിട്ടില്ല ഈ നിമിഷം വരെയും. അതിനർത്ഥം ലാസർ മരിച്ചിട്ടില്ല, വിശ്രമിക്കുകയാണ്, നിദ്ര കൊള്ളുകയാണ്. വേദപുസ്തകം പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പഴയ ഭക്തന്മാർക്കെല്ലാം മരണഭയം ഉണ്ടായിരുന്നു. ശാരീരികമായി മരിക്കുന്ന ഭയമല്ല, അല്ലാതെ തന്നെ ഒരു മരണഭയം അവർക്കുണ്ടായിരുന്നു. ആ മരണം ഉദ്ദേശിക്കുന്നത് തൻ്റെ പ്രാണൻ പാതാളത്തിലേക്ക് പോവുകയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. നോക്കുക, ശാരീരിക മരണമാണെങ്കിൽ മരണഭയത്തിൽ വിടുവിച്ചു എന്ന് പറഞ്ഞ അർത്ഥമില്ല. കാരണം സകല മനുഷ്യരും മരിക്കുകയാണ്, ശാരീരികമായി മരിക്കുകയാണ്. ഇവിടെ ഈ മരണം എന്ന് പറയുന്നത് അവരുടെ പ്രാണൻ പാതാളത്തിലേക്ക് പോകുന്ന ആ ഒരു സ്പിരിച്വൽ ഡെത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുക, മരണഭീതിയിൽ അടിമകളായിരുന്ന വ്യക്തികൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. യേശു പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ട് ഇനി ശാരീരിക മരണമില്ലെന്നല്ല അർത്ഥം. പകരമായി നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഡെത്ത് ഇല്ല. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ ക്രിസ്തുവിന്റെ ജീവനാൽ നിങ്ങളുടെ ശരീരത്തെയും സൗഖ്യമാക്കുക സാധ്യമാണ്. അടുത്തൊരു മരണമാണ് എറ്റേണൽ ഡെത്ത്, അല്ലെങ്കിൽ നിത്യമാകുന്ന മരണം, രണ്ടാം മരണം. അപ്പോൾ ജീവനുണ്ട്, നിത്യജീവനുണ്ട്, മരണമുണ്ട്, നിത്യമാകുന്ന മരണമുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ചു, പഴയ ഭക്തന്മാരെല്ലാം ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നും അവരെ വിടുവിക്കുമെന്നും വിശ്വസിച്ചിരുന്നു. എങ്ങനെ ക്രിസ്തുവിന് പാതാളത്തിലേക്ക് ഇറങ്ങാൻ കഴിയും? ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന് പ്രാണനുണ്ട്, ആത്മാവുണ്ട്, ശരീരമുണ്ട്. മരണത്തിൽ ശരീരം കുഴിച്ചിടപ്പെടുന്നു, മണ്ണിനോട് ചേരുന്നു. പ്രാണനും ആത്മാവും ക്രിസ്തുവിലല്ലാത്തത് കൊണ്ട്, രക്ഷിക്കപ്പെടാത്തത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ രക്തം പാപപരിഹാരം വരുത്താത്തത് കൊണ്ട് തന്നെ പ്രാണനും ആത്മാവും പാതാളത്തിലേക്ക് പോവുകയാണ്. ഇതാണ് മനുഷ്യന് സംഭവിക്കുന്നത്. ഇനി യേശു എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത്? യേശു ജഡത്തിലാണ് ഭൂമിയിലേക്ക് വന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് തൃത്വം എന്നൊരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ദയവായി നിങ്ങൾ ആ വീഡിയോ കാണുക. എങ്കിലും ചുരുക്കമായി ഞാൻ വിശദീകരിക്കട്ടെ. സംശയമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ തന്നെ കാണുക. ദൈവിക തൃത്വം എന്ന് പറയുന്നത് പിതാവാം ദൈവം, പുത്രനാം ക്രിസ്തു, പരിശുദ്ധാത്മാവ്. വേറെ ഭാഗത്ത് പിതാവാം ദൈവം, ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ്. 1 യോഹന്നാൻ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിൾ കാണാൻ സാധിക്കും, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ദ ഹോളി ഗോസ്റ്റ്. ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ വചനം. ആദ്യ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വാക്ക് ജഡമെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജഡമല്ല. ആ വചനം ആരാണ്? ക്രിസ്തു. ആ ക്രിസ്തു ജഡത്തിൽ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജഡത്തിൽ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നത്. ജഡത്തിൽ വന്നതുകൊണ്ടാണ് ദൈവപുത്രനാകുന്ന ക്രിസ്തുവായി മാറിയത്. അപ്പോൾ ജഡത്തിൽ വന്ന ക്രിസ്തുവിന് ഇട്ട പേരാണ് യേശു. ഇസ്രായേൽ മക്കൾക്ക് ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തു മശിഹയാണെന്നും ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവപുത്രനാണെന്നും ഒക്കെ അറിയാം. എന്നാൽ യേശുവാണ് ക്രിസ്തു എന്നവർക്ക് അറിയത്തില്ല. അപ്പോൾ യേശുവായി വന്ന ക്രിസ്തു, അല്ലെങ്കിൽ ജഡത്തിൽ വന്നതാകുന്ന ക്രിസ്തു. ഈ ക്രിസ്തുവിനും മനുഷ്യനായതുകൊണ്ട് തന്നെ 3 ഘടകങ്ങളുണ്ട്: ശരീരം, ആത്മാവ്, ദേഹി. അപ്പോൾ ആ ശരീരത്തിൽ തന്നെ പ്രാണനും ആത്മാവുണ്ടല്ലോ. നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും, യേശുവിൻ്റെ ജനനത്തിൽ സകല വ്യക്തികളും യേശു എന്ന് പറയുന്ന കുഞ്ഞിനെ കണ്ടു. എന്നാൽ സ്പിരിറ്റ് വേൾഡിൽ ദൂതന്മാരും പിശാചുക്കളും ആ കുഞ്ഞിനെ അല്ല കണ്ടത്, ആ ശരീരമല്ല കണ്ടത്. ആ കുഞ്ഞിൻ്റെ അകത്ത് വസിക്കുന്ന ദേഹി, വ്യക്തിത്വം, അത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശരീരമാണ്. എനിക്കൊരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്. പിശാച് ഒരിക്കലും ഭയക്കുന്നത് എൻ്റെ ഈ ശരീരത്തെയോ ഈ ശബ്ദത്തെയോ ഒന്നും അല്ല, പകരമായി എൻ്റെ അകത്ത് വസിക്കുന്ന ആത്മാവിനെയാണ്. വേദപുസ്തകത്തിൽ അതിനെ ഇന്നർമാൻ, അകത്തെ മനുഷ്യൻ എന്ന പദമാണ് പൗലോസ് വിളിച്ചിരിക്കുന്നത്. ഇതുപോലെ യേശുവിൻ്റെ അകത്തൊരു ഇന്നർമാൻ ഉണ്ട്, പുറമെ ശരീരമുണ്ട്. അകത്ത് ഇന്നർമാൻ ആരാണ്? അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഏതാണ്?
പരിശുദ്ധാത്മാവ്. അപ്പോൾ മനസ്സിലാക്കുക, സകല മനുഷ്യരും ആത്മാവിൽ മരിച്ചവരായിട്ടാണ് പാതാളത്തിലേക്ക് പോകുന്നത് പഴയ ഭക്തന്മാർ. എന്നാൽ ക്രിസ്തു ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ ക്രിസ്തുവിനെ ജീവിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ക്രിസ്തു തന്നെയാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ആ ജഡത്തിൽ യേശു വന്നു. ജഡത്തിൽ യേശു മരിക്കുമ്പോൾ പഴയ നിയമ ഭക്തന്മാർക്കെല്ലാം സംഭവിച്ചത് എന്താണോ അത് തന്നെ ക്രിസ്തുവിന് സംഭവിക്കണം. അവിടെ ജഡം ഭൂമിയിൽ കുഴിച്ചിടുന്നു, അവിടെ പ്രാണനും ആത്മാവും പാതാളത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? അവർ പാപികളായതുകൊണ്ട്. എന്നാൽ യേശു പാപം ചെയ്തിട്ടില്ല. എന്നാൽ സകല മാനവകുലത്തിന്റെ പാപം യേശുവിന്റെ ചുമലിലേക്ക് വെക്കുകയാണ്. ചെയ്തിട്ടില്ല എങ്കിലും പാപം ചുമത്തപ്പെട്ടതുകൊണ്ട് ക്രിസ്തു മരിക്കുന്നത് പാപിയായിട്ടാണ്. ക്രിസ്തു മരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച്, അവൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. യേശുവിൻ്റെ പ്രാണൻ, യേശുവിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും പുറപ്പെടുകയാണ്. യേശുവിൻ്റെ ശരീരം കല്ലറയിലേക്ക് വയ്ക്കുകയാണ്. ആ പുറപ്പെട്ട പ്രാണനും ആത്മാവും എവിടേക്കാണ് സ്വാഭാവികമായി പോകേണ്ടത്? പാപം ചുമത്തപ്പെട്ടത് കൊണ്ട് തീർച്ചയായിട്ടും പാതാളത്തിലേക്കാണ് പോകുന്നത്. പഴയ നിയമ ഭക്തന്മാർക്കൊപ്പം തന്നെ യേശുവിൻ്റെ ആത്മാവും പാതാളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ മുമ്പെടുത്ത ക്രിസ്തു എന്ന ക്ലാസ്സും അതുപോലെ എന്തുകൊണ്ട് യേശു ജഡത്തിൽ വന്നു, ഈ രണ്ട് ക്ലാസ്സും നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ വേഗത്തിൽ മനസ്സിലാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ശ്രദ്ധിക്കുക, യേശു എന്ന ക്രിസ്തു, തൻ്റെ പ്രാണൻ, തൻ്റെ ആത്മാവ്, ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങുകയാണ്. താൻ ഭൂമിയിലേക്ക് വസിക്കുവാൻ, നടക്കുവാൻ ഉപയോഗിച്ചിരുന്ന തൻ്റെ ശരീരം കല്ലറയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ക്രിസ്തു പാതാളത്തിലേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഭൂമിയുടെ അധോഭാഗം അഥവാ പാതാളത്തിലേക്ക് ക്രിസ്തു ഇറങ്ങുകയാണ്. യേശുവിനോട് കൂടെ ക്രൂശിൽ കിടന്ന കള്ളൻ തന്നോട് യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ യേശു പറയുകയാണ്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. പറുദീസ അർത്ഥം അബ്രഹാമിൻ്റെ മടി, ഷിയോൾ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് ആ കള്ളൻ്റെ ആത്മാവ് പോയത്. പഴയ ഭക്തന്മാർക്ക് മാത്രം പോകാൻ കഴിയുന്ന ആ സ്ഥലത്തേക്കാണ് ആ കള്ളൻ്റെ ആത്മാവ് പോയത്. അവിടേക്കാണ് യേശു കടന്നിരുന്നത്. യേശു മരിച്ചപ്പോൾ ക്രിസ്തു പോയത് പാതാളത്തിലേക്ക്. ക്രിസ്തു അവിടെ പാതാളത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു? തടവിലുള്ള ആത്മാക്കളോട് അഥവാ പഴയ നിയമ ഭക്തന്മാരോട് സുവിശേഷം അറിയിക്കുകയാണ്. എന്താണ് സുവിശേഷം? മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രനാകുന്ന ക്രിസ്തു ദാവീദിന്റെ കുലത്തിൽ ജനിക്കുകയും സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപത്തെ മുഴുവൻ ചുമന്നുകൊണ്ട് ക്രൂശിൽ ബലി കൊടുത്തു, യാഗമായി ആ പാപത്തിന് വില നൽകി എന്നതാണ് യഥാർത്ഥമാകുന്ന സുവിശേഷം. അത് യേശു ഇവരോട് നേരിട്ട് പ്രസംഗിക്കുകയാണ്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. 4:5-6 നോക്കെ, ജീവികളെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. പഴയ ഭക്തന്മാരാകുന്ന ഏലീശയും അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദാനിയേലും ജോസഫും ഒക്കെ ഇപ്പോൾ യേശുവിനെ വിശ്വസിക്കുകയാണ്. അവരുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിനി സ്വർഗത്തിൽ പോകുവാൻ കഴിയും. അവർക്ക് അവിടെ തുടരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. പഴയ ഭക്തന്മാരെ പോലെ ക്രിസ്തുവിനും പാതാളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. എന്നാൽ ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് മരണമെന്നും. മരണത്തിന് ക്രിസ്തുവിനെ തോൽപ്പിക്കുക അസാധ്യമായിരുന്നു. കാരണം മറ്റ് ഭക്തർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത യേശുവിനുണ്ട്. മറ്റെല്ലാ ഭക്തന്മാരുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. എന്നാൽ ജീവിപ്പിക്കുന്ന ആത്മാവുള്ള പരിശുദ്ധാത്മാവുള്ള ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ലാസറിനെ ഉയർപ്പിച്ച ആത്മാവെന്നല്ല, രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കിയ ആത്മാവെന്നല്ല, അതിലും വലിയ ശക്തിയാണ് വെളിപ്പെടുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരുടെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, മറ്റാർക്കുമില്ലാത്ത ആത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തി നിൽക്കുകയാണ്. നസ്രയനാകുന്ന യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത്
അസാധ്യമായിരുന്നു. 27 നോക്കുക. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. 31 അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ടു പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് നിങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. മരണം അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ ഒറ്റയ്ക്കല്ല പോയത്, സകല ബദ്ധന്മാരെയും സകല വിശുദ്ധന്മാരെയും ഉയർപ്പിച്ചുകൊണ്ടാണ് യേശു സ്വർഗത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് വേദവസനം വായിക്കുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് പഴയ ഭക്തന്മാരെല്ലാം പലർക്കും പ്രത്യക്ഷമാകുകയാണ്. യേശു ഷിയോളിൽ നിന്നും പർദീസയിൽ നിന്നും സകല വിശുദ്ധന്മാരോട് സുവിശേഷം അറിയിച്ച് അവരെ വിടിവിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോവുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാ. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുകൊണ്ട്, പാതാളത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ നാം ഇനി മരിച്ചാൽ പാതാളത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എങ്ങനെ ക്രിസ്തുവിൻ്റെ ജയത്തെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും? സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തു മായ്ച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. നാം സ്നാനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ചടങ്ങല്ല, ഒരു സാധാ ചടങ്ങല്ല. യേശു മരിച്ച് പാതാളത്തിലേക്ക് പോയി ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും സ്നാനപ്പെടുന്നതോടുകൂടി ക്രിസ്തുവിനോടൊപ്പം ചേരുകയാണ്. ക്രിസ്തുവിൻ്റെ ആ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒന്നാകുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനമെന്ന് പറയുന്നത്. സ്നാനപ്പെടാത്ത വ്യക്തികൾ സ്വർഗത്ത് പോകത്തില്ലേ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. എൻ്റെ വ്യക്തിപരമാകുന്ന ഉത്തരം ഒരിക്കലും പോവുകയില്ലെന്നാണ്. ഒന്നാമത്തെ കാരണം അതൊരു അനുസരണക്കേടാണ്. സ്നാനപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമാകുന്ന ഒരു റീസൺ കാണും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടും നിങ്ങൾ മനഃപൂർവ്വം സ്നാനപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവുമായി യാതൊരു പങ്കും ഓഹരിയുമില്ല. അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നത്, ക്രിസ്തുവിനോട് ചേരുന്നത് സ്നാനത്തോടു കൂടെയാണ്. അവൻ്റെ മരണത്തിൽ പങ്കുകാരായി തീർന്നാൽ അവൻ്റെ പുനരുദ്ധാനത്തിലും നിങ്ങൾ പങ്കുകാരാകും. ഇനിയിപ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഷിയോളിലേക്ക് പോകുമോ, ഹേഡിസിലേക്ക് പോകുമോ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ബൈബിൾ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണ്. ഞാൻ എന്ന സ്നാനമേറ്റ വ്യക്തിയാണെങ്കിൽ എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ എപ്പോഴാണോ ശാരീരികമായി മരിക്കുന്നത്, എൻ്റെ ബോഡി നിർജീവമാകുന്ന സെക്കൻഡിൽ തന്നെ എൻ്റെ പ്രാണനും എൻ്റെ ആത്മാവും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് സ്വതന്ത്രമാകുകയാണ്. അർത്ഥം, താൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ വെളിപ്പെടുകയാണ്. ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്ന, അവനെ മുറുകെ പിടിക്കുന്ന വ്യക്തി പാതാളത്തിൽ പോവുകയില്ല, ഷിയോളിലേക്കും പോകുന്നില്ല, പർദീസയിലേക്കും പോകുന്നില്ല, അഗ്നി നരകത്തിലേക്കും പോകുന്നില്ല, ക്രിസ്തുവിനോട് ചേരുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി മരണമില്ല, പകരം ക്രിസ്തുവിൽ നമ്മൾ നിദ്ര കൊള്ളുകയാണ്. വേദവസനം പറയുന്ന പോലെ നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ വെളിപ്പെടും. വേറെ ഭാഗം നോക്കെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അർത്ഥം, നമ്മൾ ക്രിസ്തുവിലാണ്, ക്രിസ്തു നമ്മിലാണ്. മരണത്തിനോ പാതാളത്തിനോ ഒന്നിനും നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. ശ്രദ്ധിക്കുക, കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷ സൗജന്യമാണ്, നിത്യത സൗജന്യമാണ്, സകലതും സൗജന്യമാണ്. നമുക്കത് സൗജന്യമാണെങ്കിലും അതിനുവേണ്ടി ക്രിസ്തു കൊടുത്ത വില അത് വിലയേറിയതാണ്. അതുകൊണ്ടാണ് വേദവസനം പറയുന്നത്, ആരെങ്കിലും ഇനി മനഃപൂർവ്വമായി പാപം ചെയ്താൽ ഇനി ഒരു യാഗവും ശേഷിക്കാതെ അവന് നിത്യശിക്ഷാവധിയാണ്. നിങ്ങൾ ഈ സത്യം അറിഞ്ഞിട്ടും നിത്യശിക്ഷാവധിക്ക് ഓഹരിക്കാരാകാതെ ക്രിസ്തുവിനായി ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.